അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും കേട്ടോടി പുന്നാര മോളെ. നമ്മള് ഉണ്ണിമോളാണ് ശുണ്ടരി. നോക്ക് ഉണ്ണിമോൾ ശുണ്ടരി. നീ സുന്ദരി അല്ല, ഉണ്ണിമോള് അനാമിമോള്. ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ ഈ തടിക്ക് കിടക്കുന്നത്. ഇത് ഞങ്ങളെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ, ഉണ്ണിമോള്. അനാമിക വിഷ്ണുവിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ ജീവമാതാ കാരുണ്യ ഭവൻ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പേ അവളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ വെച്ച് 18 വയസ്സാകുന്നതിന് മുമ്പേ ഈ പെൺകുട്ടി ഗർഭിണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ അനാഥയായിട്ട് വളർന്ന അനാമികക്ക് ഒരു അനുജത്തി ഉണ്ട്. മുമ്പേ അനാമികയുടെ ലൈഫ് സ്റ്റോറി അറിഞ്ഞവർക്ക് ഈ ചേച്ചിയെ കുറിച്ചും അനിയത്തിയെ കുറിച്ചും ഒക്കെ അറിയുമായിരിക്കും. അനിയത്തിയെ പൊന്നു എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത്. ഇനി ഇവരെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവരുടെ ലൈഫ് സ്റ്റോറി ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ കൂടെ സന്തോഷത്തോടുകൂടി ജീവിച്ചൊരു പെൺകുട്ടിയായിരുന്നു അനാമിക. അനാമികയെ സംബന്ധിച്ചിടത്തോളം അമ്മയായിരുന്നു ലോകം. അങ്ങനെ ഇരിക്കുകയാണ് അനാമികയുടെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവുന്നത്. അതോടെ അനാമിക എന്ത് ചെയ്തു? അമ്മയോടൊപ്പം പോയി. അതിനുശേഷം അനാമികയുടെ അച്ഛൻ അവളുടെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടേ ഇല്ല. അതിനുശേഷം അനാമികയുടെ അമ്മ എന്ത് ചെയ്തു? രണ്ടാമതൊരു വിവാഹം കൂടി കഴിച്ചു. അതോടെയാണ് കഥ മാറുന്നത്. അമ്മക്ക് അനാമികയോട് ഇഷ്ടം കുറയുന്നത് പോലെ അവൾക്ക് തോന്നി. അതിന്റെ ഇടയിൽ അവൾക്ക് ഒരു അനിയത്തിയും ജനിച്ചു. അങ്ങനെ അനിയത്തിയുമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം അനാമികയുടെ അമ്മ ജീവൻ ഒടുക്കുന്നത്. അമ്മ ജീവൻ ഒടുക്കിയതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്നാണ് അനാമിക പറയുന്നത്. അങ്ങനെ അതിനുശേഷം അനാമിക അമ്മമ്മയുടെ കൂടെ കുറെ കാലം കഴിഞ്ഞു. പക്ഷെ അമ്മാമ്മ എന്ന് പറയുന്നത് വളരെ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ കൂടുതലായി നോക്കി നടത്തേണ്ടി വന്ന അനാമികക്ക്. അതോടെ അനാമികക്ക് സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ചൈൽഡ് കാര്യം അനാമികയുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അവരുമായി സംസാരിച്ച് പിന്നീട് അനാമികയെ ഒരു ഓർഫനേജിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീടുള്ള കഥ ഏറെക്കുറെ എല്ലാവർക്കും അറിയാലോ. ആ അനാഥാലയത്തിന്റെ ഉടമയുടെ മകനായിട്ടുള്ള വിഷ്ണുവിനെ ഈ പറയുന്ന അനാമിക കിട്ടുന്നു. അവൾക്ക് ഇപ്പൊ ഒരു കൊച്ചു മോളുമുണ്ട്. ഇനിയിപ്പോ അനാമികയുടെ അനിയത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളിപ്പോ അവളുടെ സ്വന്തം അച്ഛന്റെ കൂടെ, അതായത് അനാമികയുടെ രണ്ടാനച്ഛന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അവളെ നോക്കാൻ അച്ഛമ്മയും അച്ഛനുമാണ് കൂടെ ഉള്ളത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഒരു 5 മാസം മുമ്പേ അനാമികയും അനിയത്തിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഒരുപാട് കാര്യം ഇവർ കണ്ടിട്ടേ ഇല്ലായിരുന്നു. കാരണം അനാമിക ഓർഫനേജിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അനിയത്തി എവിടെയായിരുന്നു എന്നുള്ളത് അനാമികക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് കാര്യത്തിന് ശേഷം സ്വന്തം അനിയത്തി ഈ പറയുന്ന അനാമിക കാണുന്നത്. അങ്ങനെ കണ്ട സന്തോഷത്തിൽ അനാമിക എന്ത് ചെയ്തു? തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പൊന്നു എന്ന് പറയുന്ന ഈ അനിയത്തി അങ്ങ് പരിചയപ്പെടുത്തി. അനാമികയും വിഷ്ണുവും തന്റെ കുട്ടിയുടെ ആദ്യ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ഏതൊരു ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതിന്റെ കൂട്ടത്തിൽ പൊന്നുവിനെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം അവർ വ്ളോഗായി ചെയ്യുന്നുമുണ്ട്. ആ വ്ളോഗ് ആൾക്കാർ കണ്ടത് മുതലാണ് പ്രശ്നം തുടങ്ങിയത്. ആ വീഡിയോയിൽ അനാമികയും വിഷ്ണുവും തമാശയായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന പല കാര്യങ്ങളും പൊന്നുവിന് വേദന ഉണ്ടാക്കുന്ന തരത്തിലായി പോയി എന്നുള്ളതാണ്. അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പൊന്നു വ്ളോഗിനിടയിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് അനാമികയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പൊന്നുവിനെ കളിയാക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ വീഡിയോ കണ്ടോക്കാം. നമ്മള് പൊന്നുവിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ അനിയത്തി. നിങ്ങൾ എല്ലാരും തിരക്കും മുതലേ അപ്പുറത്ത് തുറക്കാൻ പറ. അത് വൈകിട്ട് വിളിക്കാം. സമയം നീ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഉറക്കത്തിൽ എങ്ങോട്ട് പോവാ? ഇനി എവിടെ കൊണ്ടൊന്ന് ബീച്ചിൽ പോണം. പിന്നെ ഗസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ കുറച്ച് സപ്പേടെ വീട്ടിൽ പോയി. ഒരു കുരുകൂരില്ലാത്ത മുഖമായിരുന്നു. മുഖമൊക്കെ വ്ളോഗിനിടാൻ ഒരു ഹായ് പറഞ്ഞു. ചില അമ്മമാരൊക്കെ തിരക്കും. ഹലോ, ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ചോദിക്കും, ചേച്ചി എത്ര എന്റെ അനിയത്തി സ്കൂൾ ഉറപ്പിൽ പറഞ്ഞു. അപ്പൊ എല്ലാരും ചോദിക്കുക എത്രയെല്ലാം പഠിക്കുന്നതിന് പറഞ്ഞു കൊടുക്കും. പൊന്നും ഞാൻ എന്തോ പറയാൻ ക്യാമറ എന്തായാലും പറഞ്ഞു. എത്രയിലാണ്? 7ാം ക്ലാസ്സിലോ? ഒത്തിരി അമ്മമാര് നിന്നെ തിരക്കും. അങ്ങനെ ഉണ്ണിമോള് എണീറ്റ് പൊന്നുവിനെ കാണാം. ഉണ്ണിമോള് എണ്ണിച്ചുറക്കും. ഇച്ചിരി കൂടിയെങ്കിലേ ഉള്ളു മേക്കപ്പ്. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും പൗഡർ തീർന്ന വീട്ടിലെ
ആഹാ, കൊച്ചിനോട് പറയാൻ പറ്റിയ നല്ല വളിച്ച തമാശ. ഇത് കേൾക്കുമ്പോ പൊന്നുവിന്റെ മുഖം ചെറുതായി മാറുന്നത് കാണാം. ഇതുപോലെ കുറെ കാര്യങ്ങൾ ഇവര് തമാശ പോലെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അത് പൊന്നുവിനെ വേദനിപ്പിക്കുന്നതും നമുക്ക് കാണാം. ഇവർ ഇന്റൻഷനിൽ ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, തമാശയായി പറയുന്നതാവാം. എന്നാൽ ചിലത് കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. ആ പൊന്നു ആദ്യമായിട്ടാണ് വീഡിയോക്ക് മുന്നിലൊക്കെ വരുന്നത്. പൊന്നുവിന് വീഡിയോയിൽ വരുന്ന സന്തോഷം നമുക്ക് നല്ലോണം കാണാം. അതുകൊണ്ട് തന്നെയാണ് എന്നെ കാണാൻ കൊള്ളാവോ എന്ന് പൊന്നു അനാമികയോട് ചോദിക്കുന്നത്. അതിന് മറുപടി ആയിട്ട് വിഷ്ണു ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് അത് പൊന്നുവിന് കോൺഫിഡൻസിനും കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് കളിയാക്കുന്ന പോലെയല്ല വ്ളോഗിൽ വന്ന് കളിയാക്കും. അത് നിങ്ങൾ മുഴുവൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവരെ കളിയാക്കുന്ന പോലെയാണ്. തീർന്നില്ലേ? ഇനിയും ഇതുപോലത്തെ ചില തമാശകളുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. നീ സുന്ദരി അല്ല, ഞങ്ങളുടെ ഉണ്ണിമോള് അനാമിമോള്. അനാമിയൊക്കെ കൊറിയയിലൊക്കെ കൊറിയനിലൊക്കെ കോഴികൾ ഇങ്ങനെ നടക്കുന്നത്. അത് പിന്നെ ഇന്ന് മുടി ഇച്ചിരി താന്നു വന്നിട്ടുണ്ട്. മുടി ഇച്ചിരി പോണിട്ടയിൽ ഇട്ടപ്പോ കുറേ ഇത് കിഴിച്ച് വരണം വെട്ടിയിട്ടേക്കുന്നത്. കേട്ടല്ലോ, ഇവിടെ പൊന്നു ഞാൻ സുന്ദരി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിന്റെ മറുപടി എന്താണ്? നീ സുന്ദരി അല്ല എന്നാണ്. അത് പറയുമ്പോൾ തന്നെ പൊന്നുവിന്റെ മുഖം മാറുന്ന നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കില്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതായിരിക്കും. പക്ഷെ തമാശക്ക് പോലും പബ്ലിക്കായി ഒരാളുടെ സൗന്ദര്യത്തെ കുറിച്ച് ഇങ്ങനെ എഴുത്ത് കിട്ടി സംസാരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇത് നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റിൽ വെച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്ളോഗിൽ അങ്ങ് കാണിച്ചു, പബ്ലിക്കാക്കി. അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയോ? കമന്റ് ബോക്സിൽ നല്ല തെരുവിളി വരാൻ തുടങ്ങി. ഞാൻ പണ്ടേ പറയാറുള്ളതാണ്, പ്രൈവറ്റ് മൊമെന്റുകൾ ഒരിക്കലും പബ്ലിക് ആക്കരുത്, അത് പ്രൈവറ്റ് ആക്കി തന്നെ വെക്കണം. വേണ്ടത് മാത്രം വ്ളോഗ് ആക്കുക, അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ചില്ലറ കമന്റ്സ് ഒന്നും വല്ല കേട്ടോ ഈ വീഡിയോക്ക് താഴെ വന്നത്. നല്ല മുട്ടൻ ചീത്തവിളിയാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കണ്ടുനോക്കാം. ഫോട്ടോഷൂട്ട് ഉണ്ണിമോക്കാനുള്ളതാണെങ്കിലും മേക്കപ്പ് എനിക്ക് ഉള്ളതാട്ടോ. അങ്ങനെ ഞാൻ ചെറിയൊരു ബ്യൂട്ടി പാർലറിൽ കയറി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ചേച്ചി എണ്ണ മാത്രം ഒരുക്കിയില്ല, ചേച്ചി ആയിട്ട് കുറെ മെമ്പർ പോലെ നടക്കും. പന്ന ചേച്ചിയുടെ എന്നെ ഒന്നും ഒരിക്കലും കണ്ടാവൂ ലിപ്സ്റ്റിക് ഇട്ട് മുടിയെല്ലാം സ്റ്റൈലാക്കി നടക്കുന്നതിന് ഒന്നും ഒരിക്കലും പൊട്ടു പോലും ഇട്ടതില്ല. ഇങ്ങനെ വൈറ്റ് എടുത്തിരുന്നേ ഉണ്ണിയായിട്ട് വൈറ്റ് എടുത്തിട്ടാണ് നോക്കി. ആ കുട്ടി കാര്യമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അനാമിക നൈസായിട്ട് ടോപ്പിക്ക് തിരിച്ചു വിടുകയാണ്. ഈ ചെറിയ പിള്ളേർക്ക് ഈ ബ്യൂട്ടി പാർലർ ഒക്കെ കാണുന്ന സമയത്ത് ഒരു ആകാംക്ഷയാണ്. ഈ അടിപൊളി ബ്യൂട്ടി പാർലർ ഒക്കെ കാണുന്ന സമയത്ത് കുട്ടികൾക്ക് അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കാൻ ഒരു ആവേശമൊക്കെ ഉണ്ടാവും. അപ്പൊ അവരത് സ്വാഭാവികമായിട്ട് പറയും, എനിക്കും ഇതുപോലെ ചെയ്തു താന്നൊക്കെ. ഇതിനുള്ളൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കുട്ടികൾ കൊണ്ടുപോകാതിരിക്കുക, കുട്ടികളെ കൊണ്ടുപോകേണ്ട സ്ഥലങ്ങൾ മാത്രം കൊണ്ടുപോകുക. അപ്പൊ അവരെന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് നൽകാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്കും ഒരു ആഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അണിഞ്ഞൊരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ അനാമികക്ക് ഒന്ന് തിരിച്ചു ചോദിക്കാമായിരുന്നു, പൊന്നുവിന് ബ്യൂട്ടി പാർലറിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ. എന്തായാലും ഇതിനെല്ലാം ചേച്ചി ഇവർ വീഡിയോയിൽ പൊന്നു ഞങ്ങളുടെ കുഞ്ഞൊന്നുമല്ല, ഞങ്ങൾക്കൊരു കുഞ്ഞുവാവേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. നമ്മൾ ലൊക്കേഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഉണ്ണിമോളുടെ സന്തോഷം കണ്ടില്ലേ? അപ്പൊ അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഫോട്ടോഷൂട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ ഈ തടിക്കിടക്കുന്നത്. ഇത് ഞങ്ങളെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ, ഉണ്ണിമോള്. ഒരു ആഹാ, പൊന്നുവിനെ അറിയത്തേ ഇല്ല അനാമിക അവളുടെ അമ്മയല്ല എന്ന്. നല്ല വളിച്ച കോമഡി കേട്ടോ. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് പൊന്നുവിനെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവള് ഫോക്കസ് ചെയ്യുന്ന, അതായത് അവൾക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ഇടേണ്ടിയിരുന്നത്. ഇതിപ്പോ നിങ്ങൾ തന്നെ തിക്കിനും തിരക്കിനും ഇടയിൽ അവളും കൂടി കൂട്ടി. അവളെ മര്യാദക്ക് നോക്കാനും കൂടി പറ്റാതെയായി. അനാമികയും വിഷ്ണുവും കുഞ്ഞും മാത്രമുള്ള ഒരു ഫോട്ടോഷൂട്ട് ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തിനാണ് പൊന്നുവിനെ അവിടേക്ക് കൂട്ടിയത്? വെറുതെ അവളെ അവിടെ പോസ്റ്റ് ആക്കാനാണോ? എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഒന്ന് വായിച്ചുതരാം. ഇവിടെ ആരെ കണ്ടിട്ടാണ് ഇത്ര അഹങ്കാരം? പാവം കൊച്ചു, അതിന്റെ ഫോക്കസ് മാറി സാഡ് പോലായി. എന്നാലും ആ കൊച്ചു അത് പുറത്ത് കാണിച്ചില്ല. ചേച്ചിയുടെ സ്റ്റോറി എല്ലാവർക്കും അറിയുന്നതാ. മോള് നല്ല പോലെ പഠിച്ച് മിടുക്കി കുട്ടിയാവ്. അനുജത്തിയോട് ഒരു സ്നേഹവും ഇല്ല എന്ന് തെളിയിച്ച വീഡിയോ. അച്ഛനും അമ്മയും ഇല്ലാത്ത ആ കുഞ്ഞിന് അമ്മ ആകേണ്ടവളാണ് നീ. എന്നിട്ടും ഇത് ഞങ്ങളുടെ മോളല്ല, സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ അപമാനിച്ചു. ഒരു ഡ്രസ്സ് പോലും ആ കുഞ്ഞിന് എടുത്തു കൊടുത്തില്ല. ഒരു വെള്ള ഡ്രസ്സ് ആ കുഞ്ഞിനെയും എടുത്തു കൊടുക്കാമായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. അനാമികയുടെ അനിയത്തി കുട്ടിയോടുള്ള സ്വഭാവം വളരെ വളരെ മോശം. ആ അനിയത്തി കുട്ടി ഒറ്റപ്പെടുത്താനാരെങ്കിലും അതിനെ കൊണ്ടുപോകാതിരുന്നാൽ മതിയായിരുന്നു. ആ കുഞ്ഞിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് അല്ല, ഇവിടെ കമന്റ് ഇട്ടവരും കുറ്റം പറയാൻ പറ്റൂല കേട്ടോ. അവർക്ക് കണ്ട കാര്യം വെച്ചല്ലേ കമന്റ് ഇടാൻ പറ്റും. പക്ഷെ ചില കമന്റ്സ് കുറച്ച് വൾഗറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് വായിച്ചുതരാം. കുതിരയ്ക്കും കൊമ്പ് കൊടുക്കാത്തത് വെറുതെ അല്ല എന്നൊരു പാഞ്ചോല് ഓർമ്മ വന്നു. ഇവളുടെ സംസാരം കേട്ടപ്പോൾ ഞങ്ങളുടെ മോളെല്ലാം നടുക്കെന്ന് ഇവൾ എന്തിനാ കുഞ്ഞിനെ കൊണ്ടുപോയി? തൊലി വെളുത്തിരുന്നാൽ ഭംഗിയാവില്ല. നിന്റെ കുഞ്ഞിനെക്കാളും സുന്ദരി നടക്കു നിന്ന ആ കുട്ടി തന്നെ. ഇവിടെ കണ്ടില്ല, അനാമികയുടെ പിഞ്ചു കുഞ്ഞുമായിട്ടാണ് പൊന്നുവിനെ കമ്പയർ ചെയ്യുന്നത്. അതൊട്ടും ശരിയല്ല. പൊന്നുവിനെ നല്ലത് പറയുമ്പോൾ അനാമികയുടെ കുഞ്ഞിനെയാണ് ഇവിടെ മോശം പറയുന്നത്. ആ കുഞ്ഞ് എന്ത് വഹിച്ചു? ഇങ്ങനെയുള്ള കമന്റ്സ് ഒരുപാട് നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വന്നതോടെ അനാമിക ഇതിനൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് തന്റെ കുഞ്ഞിനെ പറഞ്ഞവർക്കുള്ള മറുപടിക്ക് അനാമിക കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടു.
എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പൊന്നുവിനെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ അനിയത്തിനെ ആദ്യം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. പക്ഷെ വന്നതെല്ലാം നെഗറ്റീവ് കമന്റുകളാണ് വന്നിരുന്നത്. അപ്പം നെഗറ്റീവ് കമന്റുകളിൽ കുറച്ച് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് നന്നായിട്ട് വേദനിപ്പിച്ച കുറച്ച് നെഗറ്റീവ് കമന്റുകളുണ്ട്. അപ്പൊ അവർക്ക് ഉള്ള ഒരു മറുപടി ഞാൻ ആദ്യം തന്നെ പറയാം, എന്നിട്ട് ബാക്കി വീഡിയോന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഒരുത്തിയിട്ട കമന്റ്, നിന്റെ കുഞ്ഞിന്റെ മോന്റെ ഒന്ന് നോക്കടി, വെറുതെ അല്ല ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ ഒരുത്തി നല്ല ഒരു പുന്നാര മോളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കും, നിനക്ക് കമന്റ് ഇടാനുള്ള ധൈര്യം കാണും, നീ ഇന്ന് ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയാം. പക്ഷെ എന്റെ മുമ്പ് നേരിട്ട് വന്നു നിന്ന് നിനക്ക് പറയാനുള്ള തന്റേടം കാണത്തില്ല. അങ്ങനെ വന്നു നിന്ന് നീ പറയാനുള്ള തന്റേടം കാണിച്ചാൽ നീ അത് ഒരു വട്ടവേ കാണിക്കും. അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും, കേട്ടോടി പുന്നാര മോളെ എന്ന് തന്നെ ഞാൻ പറയും. ഇനി എവളെന്നല്ല ഏവളിനി എന്റെ കൊച്ചിനെ പറ്റി ഇമാതിരി തോന്നിവാസം എന്നോട് പറഞ്ഞാലും ഞാൻ പറയും. കമന്റ് ഇടുന്നത് നിങ്ങളുടെ അവകാശമാണ്, കമന്റ് ഇടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ കമന്റ് ഇട്ട പുന്നാര മോളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മേല ഇനി എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ കയറി ഇമാതിരി ഇട്ടേക്കല്ലേ. എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇത്രയും മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് ഞാൻ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം എന്റെ പുന്നാര മോളെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, മേല എന്റെ കൊച്ചിനെ പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്നിടരുത്. എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ നിന്നെ വേണമെങ്കിൽ, പക്ഷെ നിന്നെ ബ്ലോക്ക് ചെയ്യാത്തത് നീ ഈ ഒരു വീഡിയോ നീ കാണണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത്. അതത്രേ ഉള്ളൂ. സ്വന്തം കുഞ്ഞിനെ കുറ്റം പറയുന്നത് ഒരു അമ്മയെ നോക്കി നിൽക്കൂല. ഇങ്ങനെ നിലവാരമില്ലാത്ത കമന്റ് ഇടുന്നവർ ഒരു ദൈവം പ്രതീക്ഷിക്കണം. അമ്മമാർക്ക് എപ്പോഴും സ്വന്തം കുഞ്ഞ് ജീവനാണല്ലോ. പ്രത്യേകിച്ച് ഒരു പൊടിക്കുഞ്ഞിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാൻ ആൾക്കാർക്ക് എങ്ങനെ തോന്നും? ആ പൊന്നുവിനെ നല്ലത് പറയാൻ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ കരുവരുത്തേക്കുന്നത് അല്ലെ? എന്തായാലും അനാമികക്ക് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. നമുക്ക് വന്ന താഴെ വന്നിട്ടുള്ള കമന്റുകൾ ആ വഴി മറക്കരുത്. നിന്റെ അനിയത്തി തന്നെ അല്ലേ, അല്ലാതെ രക്തബന്ധത്തെ ആരെങ്കിലും ഇങ്ങനെ പറയോ? എന്തൊരു സ്വഭാവമാണ്, അഹങ്കാരി, ഇപ്പൊ അനാമിക അങ്ങ് ഓവറായി. ഒത്തിരി കമന്റുകൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും എന്നായിരിക്കും എന്റെ നെഗറ്റീവ് കണ്ടിരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. പക്ഷെ ഗൈസ്, എന്നെ സ്നേഹിക്കുന്ന അമ്മമാര് കൂടെ വന്ന് നെഗറ്റീവ് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. കാരണം അവർ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് തോന്നിയതാണ് അവർ അഭിപ്രായമായിട്ട് വന്ന് പറഞ്ഞത്. പക്ഷേ അമ്മമാരെ അറിയിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരറിയാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ 1-2 പേര് ഇതേപോലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോള് കാണിച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ തമാശയ്ക്ക് കാണിച്ചെങ്കിൽ പോലും അത് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അമ്മമാരൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് അതൊരു വിഷമമായിട്ട് തോന്നി എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ നമ്മളെ പറ്റി പറഞ്ഞ ഒരു അക്കൗണ്ട് കൂടെ ഉണ്ട്, അവളും കൂടെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അവൾക്കുള്ള മറുപടി കൊടുത്തു, അവളെ നമുക്ക് മാറ്റി നിർത്താം. ഇനി നമുക്ക് ഈ വന്ന വിഷയത്തിലേക്ക് സംസാരിക്കാം. അപ്പം ഞാൻ വേറൊന്നുമല്ല, പൊന്നൂന ആദ്യമായിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ അനിയത്തീനെ ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തന്നതിന്റെ എല്ലാവിധ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ അമ്മയില്ലാതെ അച്ഛനില്ലാതെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ഞാൻ നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. എനിക്കറിയാം എന്തൊക്കെ ഫേസ് ചെയ്ത് എത്രത്തോളം സങ്കടപ്പെട്ട് വേണം ഒരു ലൈഫ് മുന്നോട്ട് പോവാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു, അത് ആരും വാങ്ങിത്തരാനില്ലായിരുന്നു എന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അത് എത്രത്തോളം ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് കടന്നു വന്ന് ഇന്ന് ഞാൻ ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അങ്ങനെയുള്ള എനിക്കറിയാം എന്റെ അനിയത്തിക്ക് അമ്മയില്ലാതെ അവള് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് എത്രത്തോളം അത് സങ്കടം വരുത്തും, അവർക്ക് എന്തൊക്കെയായിരിക്കും ആവശ്യം, അവരുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും ഓടുന്നത് എന്നെല്ലാം എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അവളുടെ ചേച്ചിയാണ്, ചേച്ചി അമ്മയാണ്, അവളുടെ അമ്മേന്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. അവൾ എന്നെ അങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അന്ന് ആ ഒരു ഫോട്ടോഷൂട്ടിന് പോയപ്പോ ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല, അവള് സുന്ദരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അച്ഛനമ്മമാർക്കും അറിയാം, 2 മക്കളുള്ള വീട്ടിൽ ഇണക്കങ്ങളും കാണും പിണക്കങ്ങളും കാണും. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയായാൽ പോലും പറയും നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാം പറയും. അതെന്താ, അവരെ ഒന്നും മുഖം പാടി കാണാനും അവരെ ചൊടിപ്പിക്കാനും ഒക്കെ എന്ന് വെച്ചാൽ അവരൊന്ന് ദേഷ്യപ്പെടുത്താനും അവർ നമ്മളോട് ഗുസ്തി പിടിക്കാൻ വരികയൊക്കെ ചെയ്യും. ആ ഒരു ലെവലിലാണ് എല്ലാ വീട്ടിലും സംഭവിക്കാറുള്ളത്. എല്ലാ അനിയത്തി ചേട്ടത്തിമാരും അല്ലെങ്കിൽ അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഈ 2 മക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. പാരന്റ്സ് കുട്ടികളെ ചടിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറയാറുണ്ട്. പ്രത്യേകിച്ച് നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാന്നൊക്കെ ഇളയ മക്കളോട് പറയാറുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങൾ അങ്ങനെ വളർന്നവരല്ലല്ലോ, കണ്ട് മുട്ടിയിട്ട് തന്നെ മാസങ്ങളെല്ലാം ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊന്നുവിനെ ആദ്യമായിട്ടാണ് വീഡിയോയിൽ എല്ലാവരും കാണുന്നത്. പലർക്കും നിങ്ങൾ എത്രത്തോളം അടുത്തൊന്നും അറിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഗ്യാപ്പും ഉണ്ട്. അപ്പൊ അനാമികയുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള പെരുമാറ്റം മാത്രമേ ആളുകൾ ആഗ്രഹിക്കത്തുള്ളൂ. എന്തായാലും അനാമികക്ക് പറയാനുള്ളത് ഇവിടെ അനാമിക പറഞ്ഞു അല്ലേ, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു റിപ്ലൈ വീഡിയോ ചെയ്തിട്ടും അതിനെ താഴെയും ആളുകൾ നെഗറ്റീവ് കമന്റ് പറഞ്ഞു. അങ്ങനെ അനാമിക എന്ത് ചെയ്തെന്ന് അറിയോ? അടുത്ത വീഡിയോയിൽ പൊന്നുവിനെയും കൂടി കൊണ്ടുവരുന്നുണ്ട്. പൊന്നു തന്നെ അതിൽ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഫുൾ നെഗറ്റീവ് വരാൻ തുടങ്ങിയപ്പോൾ പൊന്നുവിനെ വിളിച്ചു വരുത്തി ഓരോന്ന് പറയിപ്പിച്ചതുപോലെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും പൊന്നുവിന് പറയാനുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇന്നലെ രാത്രി തന്നെ ആ കമന്റ് വായിച്ച് ഞാൻ ഇവിടേക്ക്
വന്നു. അപ്പൊ ഇന്നലെ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ് ആയിരുന്നു. അത് കണ്ടപ്പോ തന്നെ സെക്കൻഡിൽ ഇവിടെ വന്നു കേട്ടോ. ചേച്ചീനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമാണ് പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറയാനുള്ള ചേച്ചി എന്നോട് തമാശക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണോ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലിപ്പം രണ്ടുപേരുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറുന്നത് അതേ കൂട്ടാ ഞങ്ങളും ഇവിടെ. പക്ഷെ വല്ലപ്പോഴുമാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ എന്റെ കൂടെ വന്ന് നിന്നതല്ലേ. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അവൾ ഇവിടെ വന്ന് നിന്നത്. എന്നിട്ട് ഞങ്ങൾ 2 ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതൊന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം ഈ പ്രശ്നം ഇങ്ങനെ കിടക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ലത്. ഇനി വേണം ഞങ്ങൾക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ചേച്ചി എന്നെ അല്ലെങ്കിൽ തമാശക്കാണ് ചേച്ചി എന്നോട് പറഞ്ഞത് നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ നടുക്ക് നിൽക്കുന്നത് ഉണ്ണി ഞങ്ങളുടെ മോളല്ല എന്നൊക്കെ പറഞ്ഞത് ചേച്ചി തമാശക്കായിരിക്കും. അതിപ്പോ ചേച്ചി അനിയത്തിയാകുമ്പോ അങ്ങനെ പറയും, അടി കൂടും, വഴക്കുണ്ടാക്കും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും വഴക്കുണ്ടാക്കിയാലും 2 മിനിറ്റ് അതിൽ കൂടുതൽ ഞങ്ങൾ പോകത്തില്ല. പിന്നെ ആ ഒരു തിരക്കിനിടയിൽ ഉണ്ണിമോള് കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചേച്ചിക്ക് എന്നെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെ ചേച്ചിനിയാകുമ്പോ അങ്ങനെ വഴക്ക് കൂടും എല്ലാവരും. ഇനിയിപ്പോ ചിലവര് വന്നിട്ട് പറയായിരിക്കും ഇത് പറയിപ്പിക്കുന്നതാണ്, ചിലവര് പറയുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം. വന്ന വഴി ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ മനസ്സ് വിഷമിപ്പിക്കത്തുമില്ല. അപ്പം ഇനി ബാക്കി എന്തൊക്കെ ആൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ആള് ബാക്കി പറയട്ടെ. ഞാൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ട് ചേച്ചി ഫോട്ടോഷൂട്ടിന് ഉണ്ണിമോളുടെ ഫോട്ടോഷൂട്ടിന് പോയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വെറും 1-2 പേര് മാത്രമായിരുന്നു പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോ തന്നെ ഞാൻ ഇവിടേക്ക് വന്നു കേട്ടോ. ചേച്ചി അനിയത്തിക്ക് ആവുന്ന സമയത്ത് അവരടി കൂടും, തമ്മിൽ പിണങ്ങും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും പിണങ്ങിയാലും ഒരു 2-3 മിനിറ്റ് മാത്രമേ ഞങ്ങൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പഴയ പോലെ തന്നെയായിരിക്കും. പിന്നെ രണ്ട് കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ മനസ്സിലാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും അടി കൂടും, എല്ലാം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കരയും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൂടുതൽ സമയം മിണ്ടാതിരിക്കും അങ്ങനെയൊന്നുമില്ല. കൂടിപ്പോയ 2 മിനിറ്റ് മാത്രമേ ഞങ്ങൾ മിണ്ടായിരിക്കും. പിന്നെ ചേച്ചി എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്നത് ഞങ്ങളുടെ മുകളിൽ, അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല. കാരണം ചേച്ചി അതെന്നോട് തമാശക്കാണ് പറയുന്നത്, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഇവിടെ കാണുന്നവരെല്ലാം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും നെഗറ്റീവായിട്ട് കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണിമോളെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം. എന്നെ കാണാൻ കൊള്ളാം, പക്ഷെ ഉണ്ണിമോളെ കാണാൻ കൊള്ളത്തില്ല, ഉണ്ണിമോക്ക് ഇതുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേച്ചി എന്നോട് തമാശക്ക് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ചേച്ചി ഒരിക്കലും എന്നോട് സീരിയസ് ആയിട്ട് ചേച്ചി നല്ല ഉണ്ണിയണ്ണനും എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. നിന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല, അങ്ങനൊന്നും അവരിതുവരെ പറഞ്ഞു. എന്ത് പക്വമായിട്ടാണ് പൊന്നു സംസാരിക്കുന്നത് അല്ലേ. ഈ 7ാം ക്ലാസ്സിൽ തന്നെ നല്ല മിടുക്കിയാണ് പൊന്നു. കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പൊന്നു പറയുന്നുണ്ട്. എന്തായാലും പൊന്നു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതോടെ അനാമികയുടെ ഉദ്ദേശം നടത്തി കേട്ടോ. കമന്റ് ബോക്സ് ഒക്കെ ഫുൾ പോസിറ്റീവായി. എന്നാലും ഇത്രയും കണ്ട സ്ഥിതിക്ക് എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇനിയിപ്പോ ആക്ച്വലി പൊന്നുവിന് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ വിഷമം ഉണ്ടായാലും അനാമിക ആ പെൺകുട്ടി ഒരിക്കലും അത് വീഡിയോയിൽ ഒന്നും പറയാൻ പോണില്ല. അനാമിക ചേച്ചി എന്നെ വിഷമിച്ചു തന്നു. ആ കുട്ടി എന്തായാലും പോസിറ്റീവായിട്ടേ കാര്യങ്ങൾ പറയത്തുള്ളൂ. അതുപോലെ ആ കുട്ടിയെ വിശദീകരണത്തിനായി ഇതിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് പൊന്നുവിന് ഈ വിഷയത്തിൽ നീരസം തോന്നത്തേ ഉള്ളൂ. പൊന്നു നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാവാം. എന്നാലും നിങ്ങൾ മുതിർന്നവരല്ലേ, എക്സ്പ്ലനേഷന് കുട്ടി ഉപയോഗിക്കുന്നത് എനിക്കൊട്ടും ശരിയായി തോന്നിയിട്ടില്ല. 2 പേർക്കും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. 2 പേർക്കും ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം താങ്ങാനും തണലായും 2 പേരും കൂടെ ഉണ്ടാവണം. അതേ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് ഇതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.